ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ സെൻറ്റ് ജോസഫിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമായിരുന്നു. കുർബാന കഴിഞ്ഞ് ലതീഞ്ഞും പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. അതിനുശേഷം ജോസഫ് നാമധാരികളെ എല്ലാവരെയും അച്ഛൻ ബ്ലെസ് ചെയ്തു. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ വചനം പറയുന്ന ഇതായിരുന്നു അടുത്തതായിട്ടുണ്ടായിരുന്നത്. കൊച്ചു കുഞ്ഞു വരെ വചനം പറയാറുണ്ട്. അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 91:11. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രവൃത്തിയിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിയമാവർത്തനം 28:8. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ. പ്രഭാഷകൻ 12:1. Your life is now hidden with Christ in God. Colossians 3:3. When I'm afraid, I put my trust on you. Nothing can stop God's plan in your life. Isaiah 17:27. If my father and mother forsake me, the Lord will take me up. John 27:10. Can be satisfied with what you have. Hebrews chapter 13:5. If you forgive others their trespasses, your heavenly Father will also forgive you. Matthew 6:40. അതിനുശേഷം കാപ്പി കുടിക്കുന്ന സമയത്ത് ചെറിയൊരു അന്താക്ഷരി കളിച്ചു. എല്ലാവരും അതിൽ സജീവമായിട്ട് പങ്കെടുത്തു. അതിനുശേഷം ചെറിയൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ജോസഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തിരുനാളായതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ ജോസഫ് പിതാവിൻ്റെ ഒരു സ്വപ്നത്തിനെയാണ് ലോകത്തിനെ മാറ്റിമറിച്ച ഒരു സ്വപ്നം. ജോസഫ് പിതാവ് കണ്ട സ്വപ്നം ലോകത്തിനെ മാറ്റിമറിക്കുക. നമ്മൾ കണ്ടിരുന്നുണ്ടെങ്കിൽ ലോകമൊന്നും അറിയില്ല, നമ്മൾ തന്നെ കണ്ടില്ലെന്ന് അറിയുള്ളൂ. അതാണ് ജോസഫ് പിതാവിൻ്റെ പ്രത്യേകത. അപ്പോൾ ജോസഫ് പിതാവ് വരും. അതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് അഭിനയിക്കാനായിട്ട് താല്പര്യവും അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊണ്ട് ഉറപ്പായിട്ട് അത് ഏറ്റെടുക്കുന്ന ഒരാളാണ് യുവജൻ. യുവജനെ ഓർക്കുന്നു, യുവജനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ യേശുപിതാവിനെ ഉറക്കവും ഉറക്കത്തിൽ നിന്നുള്ള ഇടയിലുള്ള സ്വപ്നവും ഞാൻ ഉറങ്ങി ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഞാനിപ്പോൾ എന്നാണ് കേട്ടത്, അത് ദൈവത്തിന്റെ സ്വരമായിരുന്നു. അത് അക്കാര്യം ചിന്തിച്ചിരുന്നത് കൊണ്ട് എനിക്ക് തോന്നിയതാണ്. അല്ല, തോന്നിയതല്ല, ആ സ്വരം ഞാൻ വ്യക്തമായി കേട്ടതാണ്. ഇപ്പോഴും അത് എൻ്റെ ചെവികളിൽ പോകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന് ഗർഭിണിയാകാൻ സാധിക്കുന്നു. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഭാര്യയാണ് എനിക്കുള്ളതെന്ന് അറിഞ്ഞാൽ സമൂഹം മുഴുവൻ എന്നെ കളിയാക്കിയില്ലേ? അവളുടെ സ്ഥിതി അതിലും കഷ്ടമാവുകയില്ലേ? അവളെ രഹസ്യമായി ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്? അതൊരു സ്വപ്നം മാത്രമായിരിക്കില്ലേ? അല്ല, അതൊരു സ്വപ്നമല്ല. ആ സ്വരം ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. കനി ഉയർപ്പം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ രക്ഷകനെ വളർത്താൻ ദൈവം എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെങ്കിലും മേരിയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. അവളുടെ സംരക്ഷണത്തിന് ദൈവം എന്നെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പ്രധാന പുരോഹിത സൈന്യത്തിൽ തിരഞ്ഞെടുത്തതാണല്ലോ. അപ്പോൾ തീർച്ചയായും ഇത് ദൈവത്തിന്റെ സ്വന്തമാണ്. അതനുസരിക്കേണ്ടത് എന്റെ കടമയാണ്.
അതിനുശേഷം പിതാക്കന്മാരെല്ലാം ചേർന്ന് യേശുപിതാവിൻ്റെ ഒരു ഗാനം ആലപിച്ചു. അതിനുശേഷം ഒരു ഗെയിം ഉണ്ടായിരുന്നു. യേശുപിതാവിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ തെർമോഹോളും സ്ട്രോയും ഉപയോഗിച്ച് മാക്സിമം ഫർണിച്ചറുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഏത് വേണമെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്യുന്നവർക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ എല്ലാവരും തകൃതിയായിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങി. ഗെയിമിന് ശേഷം ഇന്നത്തെ പ്രോഗ്രാമുകൾ അതോടെ അവസാനിച്ചു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.